ഇന്ന് നമ്മൾ അഭയാരണ്യ മിനി സൂവിലേക്ക് എത്തിയിരിക്കുന്നു. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഇനി കാണാം. നമ്മൾ ഇന്ന് കപ്പൽക്കാട് മിനി സൂവിൽ എത്തിയിരിക്കുകയാണ്. ഇതിലുള്ള കാഴ്ചകൾ ഇനി കാണാം. ഡിയർ പാർക്കിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. നമ്മൾ നടക്കേണ്ടത് ചുറ്റിനും കാടുകളുള്ള വഴി കൂടിയാണ്. നല്ലൊരു ഫീലിംഗ് ആണ് ഇവിടെ. അങ്ങനെ നമ്മൾ എത്തിപ്പോയി. ഒരുപാട് വെറൈറ്റി മാനുകളാണ് ഇവിടെ ഉള്ളത്. ഈ മാനിന്റെ പേര് കണ്ടോ? സാമ്പാർ ഡേർ. എന്ത് വെറൈറ്റി പേരാണല്ലേ. നിങ്ങൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. ഇതേതാ ഇവിടെ ഒരു പുതിയ അവതാരം. ഉടുമ്പുകുട്ടൻ മാൻകുട്ടന്റെ കൂട്ടി അതിക്രമിച്ചു കയറി. മാൻകൂട്ടത്തെ കണ്ട് നമ്മളിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നേ നോക്കൂ. എലിഫന്റ് ട്രെയിനിങ് സെന്റർ. ഓരോ ആനകളുടെ ഫുൾ ഡീറ്റെയിൽസ് വിത്ത് നെയിം ഇവിടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ ആനകളുടെയും മുമ്പിൽ അതിന്റെ പേരും വയസ്സും എഴുതി വച്ചിട്ടുണ്ട്. ഡാൻസ് കളിക്കുന്ന ആളെ കണ്ടോ? ഇതാണ് അഞ്ജന. ആൾക്ക് 19 വയസ്സുണ്ട് കേട്ടോ. അതിനേക്കാളും നല്ലോണം ഞാൻ കളിക്കുന്ന പണ്ട് കളിക്കുന്ന ആളെ കണ്ടോ? ഇതാണ് ആശ. ആൾക്ക് 20 വയസ്സുണ്ട്. ഇവര് മാത്രമല്ല കേട്ടോ, പാർവതി, സുനിത, അഭിമന്യു എന്നിങ്ങനെ വേറെയും ചില ആളുകൾ ഇവിടെ ഉണ്ട്. ഇതിൽ സുനിതയ്ക്കാണ് ഏറ്റവും പ്രായം കൂടുതൽ. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, പീലാണ്ടി ചന്ദ്രു. ആളൊരല്പം പെശകാണെന്ന് തോന്നുന്നു. മറ്റുള്ളവരുടെ കൂട്ടത്തിലല്ല. ആൾക്കൊരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ട്. ഇനി അവിടുന്ന് പോകുന്ന രക്തചന്ദന തോട്ടത്തിലേക്കാണ്. ദി റെഡ് സാൻഡൽ പ്ലാന്റേഷൻ. അവിടെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അവിടെ ഞങ്ങൾ കുറച്ച് സമയം കളിച്ചു. ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു.